ഇനി നോക്കുങ്ങൾ സാക്ഷാൽ ഗുജറാത്തിലെ അവസ്ഥ. നരേന്ദ്രമോദിക്കെതിരെ സാക്ഷി പറഞ്ഞവർക്ക് ഗുജറാത്തിൽ നിന്ന് നാടുവിടേണ്ടി വന്നതുപോലെ ആ കല്ലാങ്കുഴിയിൽ സാക്ഷി പറഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന വിലക്ക് സ്വന്തം വീടും പുരയിടവും വിറ്റുപോകേണ്ടി വരുന്ന സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണ സംവിധാനങ്ങളുള്ള ഒരു നാട്ടിൽ എങ്ങനെ സംഭവിക്കുന്നു? അത്തരം ആളുകളുടെ കയ്യിൽ ഭരണം ലഭിക്കരുത് എന്ന് ചിന്തിക്കുന്നത് ഒരു മനുഷ്യാവകാശത്തിന്റെ ഭാഗമാണ്. 2013 നവംബർ 20 മണ്ണാർക്കാട് കല്ലാങ്കുഴിയിൽ രണ്ടുപേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ സാക്ഷികൾക്ക് നേരെയാണ് വധഭീഷണി ഉയർന്നിട്ടുള്ളത്. കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് ഉൾപ്പെടെ പ്രതികളായ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാക്കൾക്കെതിരെ മൊഴി നൽകിയാൽ വധിക്കുമെന്നാണ് ഭീഷണി. കഴിഞ്ഞ ദിവസം കേസിലെ പ്രധാന സാക്ഷികളായ മൊയ്തുണ്ണി, ഹസൻ എന്നിവരെ കേസിലെ പ്രതികൾ മർദ്ദിച്ചിരുന്നു. നിങ്ങൾ സാക്ഷി പറഞ്ഞാൽ 2 ഫ്ലെക്സിബിൾ ഭരണപ്പെട്ടവരെ ഫ്ലെക്സിബിൾ അവിടെ വെക്കുന്നു. ഇതേ ഗതി നിങ്ങളെ അവിടെ കെട്ടിത്തൂക്കും. ഫ്ലെക്സ് നിങ്ങളെ കെട്ടിത്തൂക്കും. പിന്നെ ഒരു അപ്പോഴത്തേക്ക് എന്റെ അനുജന വിട്ടാൽ തല്ലി എന്നെ 3-4 ആൾക്കാർ എന്നെ തടുത്ത് നിർത്തി. ഒന്നും ഞാൻ 2 അടി എനിക്ക് കിട്ടിയുള്ളൂ. പക്ഷെ അനുജനക്ക് അറിയാതെ അന്നേരം പോയി കിടക്കണം. വധഭീഷണി പേടിച്ച് വീടും നാടും ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയിലാണ് സാക്ഷികൾ. ഈ ഒരു സാഹചര്യം ഒരു ജനാധിപത്യ രാജ്യത്ത് വരാൻ പാടില്ല. ആരാണെങ്കിലും സുഹൃത്തുക്കളെ ഇനി നിങ്ങൾ പറയും. എന്നിട്ട് അവിടുത്തെ മുസ്ലിം ലീഗ് MLA ന്യായീകരണം പറയാണ്, അങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം: ഈ 2.5 കൊല്ലമായിട്ട് അങ്ങനെ ഒരു വാദം പറയാതെ തെരഞ്ഞെടുപ്പിൽ നമുക്കെതിരെ ഒന്നും പറയാനില്ലപ്പോ അങ്ങനെ ഒരു പുതിയ ഗൂഢാലോചനയാണ്. അത് ഗൂഢാലോചനയല്ല. 2013 ഈ കൊലപാതകം നടന്നതിന്റെ ശേഷം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് SYS നടത്തിയ മാർച്ചിൽ അന്ന് അവിടെ നടത്തിയ പ്രസംഗത്തിൽ നമ്മൾ ഉറക്കെ പറഞ്ഞു, ഈ MLA കറുത്ത കരങ്ങളുണ്ട് ഈ ക്രൂരന്മാരുടെ പുറകിൽ. അത് അന്നെന്ന് നമ്മൾ പറഞ്ഞതാണ്. ഈ മണ്ണാർക്കാട് നിന്ന് UDFന്റെ ജനവിധി അട്ടിമറിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അല്ല, ജനാധിപത്യം അട്ടിമറിക്കപ്പെടരുത് എന്ന താല്പര്യത്തിന്റെ ഭാഗമാണ് കാന്തപുരം ഉസ്താദിന്റെ പ്രസ്താവന. ഇതിൽ ഈ പ്രതികളെ പ്രതികൾ നിയമത്തിന്റെ മുമ്പിലാണ്. അതെ, നിയമത്തിന്റെ മുന്നിലുള്ള പ്രതികളെ ആർക്കും സഹായിക്കാൻ കഴിയില്ലെങ്കിൽ TP വധത്തിന്റെ പേരിൽ പിണറായിയെ വേട്ടയാടേണ്ടതുണ്ടോ? നിങ്ങൾ വേട്ടയാടിക്കോളി, ഞങ്ങൾക്ക് അതിലൊരു ചുക്കുമില്ല. പിണറായിയും കണക്കാൻ, ഞങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിയും കണക്കാൻ. പക്ഷേ നിയമത്തിന്റെ മുന്നിലുള്ള ഒരു പ്രതിക്ക് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂലെങ്കിൽ എന്തിന് TP വധത്തിന്റെ പേരിൽ പിണറായി വേട്ടയാടപ്പെടണം? എന്തിന് സഹോദരന്മാരെ ശുക്കൂർ വധത്തിന്റെ പേരിൽ ജയരാജൻ വേട്ടയാടപ്പെടണം? അപ്പോ നിയമത്തിന്റെ മുന്നിൽ പ്രതികൾ വന്നാലും ചിലതൊക്കെ ചെയ്യാൻ ചിലർക്ക് കഴിയും എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ടല്ലേ അതിന്റെ പേരിൽ നിങ്ങൾ അവരെ വേട്ടയാടുന്നത്? പക്ഷേ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു, അപ്പോഴൊന്നും വിഭജിക്കുന്നില്ല. അപ്പോഴൊക്കെ ആ വിഷയമുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ ആ വിഷയമുണ്ട്. മണ്ണാർക്കാട് മണ്ഡലത്തിലെ 5ഓളം പഞ്ചായത്തുകൾ മുസ്ലിം ലീഗിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ പകുതിയിലേക്ക് ആ പ്രസ്ഥാനം ചുരുങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ കൊലപാതകത്തിന്റെ ഭാഗം തന്നെയാണ്. അത് വികാരമാക്കാൻ കഴിയും എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള പല നുണകളും ഇത് തെരഞ്ഞെടുപ്പ് പഠിച്ചാൽ ഇതിന് വേറെ ചില കാരണങ്ങൾ ഇതിന് മുമ്പിൽ ഒന്ന്, ഞാനിവിടെ വരുമ്പോ പ്രശ്നമായി കിടക്കുന്നത് കണ്ടു. അട്ടപ്പാടിയിൽ ഒരു യതീംഖാനയിൽ ഒരു മൗലവി ഒരു കുട്ടിയെ ഈ വിഭാഗത്തിൽ. അപ്പൊ അതിൽ ചില കാര്യങ്ങൾക്ക് ഇടപെടാൻ വേണ്ടി ബന്ധപ്പെട്ടത് അത് നമുക്കത് വഹിക്കുന്ന കാര്യമില്ല. അട്ടപ്പാടി പ്രശ്നത്തിൽ അയാളോടൊരു സഹായം ചോദിച്ചിട്ടില്ല. ചോദിച്ചു എന്നും അതിൽ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്നും അയാൾ പറഞ്ഞു. കേസ് അങ്ങനത്തതായതുകൊണ്ട്. അപ്പൊ അയാൾ ചിന്തിക്കേണ്ട, ഈ വക്കീൽ ആലോചിച്ചില്ല. അപ്പോൾ ആ പ്രതി അപ്പോൾ നിയമത്തിന്റെ പിന്നിലാണ്. അപ്പൊ അയാൾ പറയേണ്ട എന്താ, പ്രതി നിയമത്തിന്റെ മുന്നിലെത്തിപ്പോയി എനിക്ക് ഇടപെടാൻ കഴിയില്ല എന്നല്ലേ പറയേണ്ടേ? അവിടെ ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത്. അപ്പൊ നിയമത്തിന്റെ മുന്നിലുള്ള പ്രതിക്ക് വേണ്ടി പലതും ചെയ്യാൻ കഴിയുമെന്ന് അയാളുടെ ആ വർത്താനത്തൊന്നും ബോധ്യപ്പെടാൻ. പക്ഷേ അട്ടപ്പാടിയിൽ ഒരു സഖാഫിക്കെതിരെ കുപ്രചരണം വന്നിട്ടുണ്ട്. ആ കുപ്രചരണം കോടതിയുടെ മുന്നിൽ ബോധ്യപ്പെട്ടത് അയാൾ ജാമ്യത്തിലിറങ്ങി ആ സ്ഥാപനത്തെ ഇപ്പൊ സുന്ദരമായി അയാൾ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്, സഹോദരന്മാരെ, ഇത്തരം നിലപാടുകൾ ഇവിടെ ഉണ്ടാകുമ്പോ ഈ കാരുണ്യത്തിന്റെ ആയത്തോത്തുകാർക്ക് നാക്കിൽ തൊള്ളയിൽ നാവില്ലേ? സങ്കടകരമായൊരു വസ്തുത സൂചിപ്പിക്കട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു ദേശീയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ്.
പക്ഷേ മുസ്ലിമീങ്ങളുടെ കാര്യം വരുമ്പോ അതിലെ ന്യായാന്യായങ്ങൾ നോക്കാതെ ഇത്തരം സാമുദായിക സംഘടനകൾക്ക് കൊടചൂടി ഈ സമുദായം വേട്ടയാടപ്പെടുന്നത് കണ്ടില്ലെന്ന് നടക്കുമ്പോ കണ്ണുനീരൊലിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, എന്റെയൊക്കെ മണ്ഡലം വണ്ടൂരാണ്. ആ വണ്ടൂർ മണ്ഡലത്തിൽ AP അനിൽകുമാർ എന്ന് പറയുന്ന MLA ഉണ്ട്. സകല കല്യാണത്തിങ്ങലും കാലുകുത്തുന്ന ഈ MLAക്ക് എളങ്കൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഹാജിയാര് അകാരണമായി കൊല ചെയ്യപ്പെട്ടിട്ട് ആ മയ്യത്തിന്റെ വീട്ടിലൊന്ന് പോയി നോക്കാൻ പോലും അയാൾക്ക് ഇതുവരെ സന്മനസ്സുണ്ടായില്ല. സങ്കടകരമാണ്, വേദനാജനകമാണ്. സുഹൃത്തുക്കളെ, ഞങ്ങൾക്ക് ഞങ്ങളെ പ്രസ്ഥാനവുമായി ഇവിടെ ജീവിക്കണം. ഇരിക്കട്ടെ, ഞാനത് സാന്ദർഭികമായി സൂചിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് റിസാലത്തും കറാമത്തും നിഷേധിച്ചുകൊണ്ടാണ് റഷീദ് വഹാബികൾക്ക് തൗഹീദ് ഉണ്ടാക്കിക്കൊടുത്തത്.